ജഡ്ജിയുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് സൈബി ജോസിനെ ചോദ്യം ചെയ്തു. കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ നടപടികൾ നടന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി അശ്വതി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വതി, നേരത്തെ 2-3 തവണ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹം ഹാജരായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹം ഹാജരായിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അന്വേഷണ സംഘത്തോട് പറഞ്ഞത്? ഭദ്ര, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അതും ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. അഭിഭാഷക ഫീസാണ് കൈപ്പറ്റിയതെന്ന മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്, ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടാണ് സൈബി സ്വീകരിച്ചത്. അതായത് ഇത് തന്നെയായിരുന്നു വിജിലൻസിന് നൽകിയ മൊഴിയിലും ഉണ്ടായിരുന്നത്. താൻ ഈ ജഡ്ജിനെ സ്വാധീനിക്കാൻ എന്ന് പറഞ്ഞല്ല പണം വാങ്ങിയത്. ഈ ജഡ്ജിമാരുടെ ഈ സിനിമാ നിർമ്മാതാവിന്റെ കയ്യിൽ നിന്നും അഭിഭാഷക ഫീസ് മാത്രമാണ് കൈപ്പറ്റിയതെന്ന നേരത്തെ തന്നെ വിജിലൻസിന് നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് സൈബി ചെയ്തത്. 2 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ. ജഡ്ജിക്ക് നൽകാനെന്ന വ്യാജനയായിരുന്നു സിനിമാ നിർമ്മാതാവിൽ നിന്ന് സൈബി ജോസ് കിടങ്ങൂര് കോഴ വാങ്ങിയത്. 3 ജഡ്ജിമാരുടെ പേരിൽ സൈബി വൻതോതിൽ പണം കൈപ്പറ്റിയെന്നായിരുന്നു ഹൈക്കോടതി വിജിലൻസിന്റെ കണ്ടെത്തൽ. ഈ ഹൈക്കോടതി വിജിലൻസിന്റെ നൽകിയ മൊഴിയിലും താൻ അഭിഭാഷക ഫീസ് മാത്രമാണ് വാങ്ങിയതെന്നായിരുന്നു സൈബി പറഞ്ഞിരുന്നത്. ഒരു ജഡ്ജിന്റെ പേരിൽ മാത്രം 50 ലക്ഷം വാങ്ങിയെന്ന ഗുരുതര ആരോപണമാണ് ഇയാൾക്കെതിരെയുള്ളത്. അഭിഭാഷകനെതിരെ അഡ്വക്കേറ്റ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്ന് വിജിലൻസ് നേരത്തെ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു. വിജിലൻസ് നിർദ്ദേശിച്ചിരുന്നു. 72 ലക്ഷം കൈപ്പറ്റിയെന്നാണ് അഭിഭാഷകർ ഇയാൾക്കെതിരെ മൊഴി നൽകിയിട്ടുള്ളത്. വിജിലൻസ് വിഭാഗത്തിന് മൊഴി നൽകിയത് 4 അഭിഭാഷകരാണ്. എറണാകുളം സൗത്ത് പോലീസിൽ രജിസ്റ്റർ ചെയ്ത പീഡന കേസിലാണ് നിർമ്മാതാവിൽ നിന്ന് 25 ലക്ഷം രൂപ ചെലവായും പിന്നീട് 15 ലക്ഷം, പിന്നീട് 5 ലക്ഷം, അങ്ങനെയൊക്കെയാണ് ഈ സൈബി പണം വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ സൈബിയുടെ പശ്ചാത്തലം പരിശോധിച്ചാലും അയാളുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വളരെ സംശയാസ്പദമാണ്. കാരണം ആഡംബര ജീവിതമാണ് ഇയാൾ നയിച്ചിരുന്നത്. ലക്ഷറി കാറുകളും അതുപോലെ തന്നെ പ്രമുഖ സിനിമാ താരങ്ങളും ഒക്കെയാണ് ഇയാളുടെ കക്ഷികളായിട്ടൊക്കെ ഉണ്ടായിരുന്നത്. സാധാരണ ഒരു അഭിഭാഷകന് വരേണ്ട വരുമാനത്തിൽ കവിഞ്ഞ ഇയാൾക്ക് വരുമാനം ഉണ്ടായിരുന്നു എന്ന ചില അഭ്യൂഹങ്ങളും അതുപോലെ തന്നെ ചില ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഭദ്ര, അതിനിടയ്ക്കാണ് ഈ കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഉണ്ടായിരിക്കുന്നത്. കൈക്കൂലിയല്ല, മറിച്ച് അഭിഭാഷക ഫീസാണ് വാങ്ങിയതെന്നാണ് സൈബി ജോസ് ഇപ്പോൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘം രഹസ്യ കേന്ദ്രത്തിൽ വെച്ചാണ് സൈബിയെ ചോദ്യം ചെയ്തത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകി എന്ന പേരിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ കക്ഷികളിൽ നിന്ന് പണം വാങ്ങിയെന്ന നേരത്തെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ഹൈക്കോടതി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ നടപടികൾ.